ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ബാക്ക് പാക്കർ ലൈഫ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഗാങ്ടോക്ക് സിക്കിമിലാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഈസ്റ്റ് സിക്കിമിലേക്കാണ്. അപ്പോൾ ഗാങ്ടോക്ക് സിക്കിം നമ്മൾ ജസ്റ്റ് യാത്ര ചെയ്ത് 5 മിനിറ്റ് യാത്ര ചെയ്തു. ഈസ്റ്റ് സിക്കിം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ചൈനീസ് ബോർഡർ ഉണ്ട്, പെർമിറ്റ്സും സാധനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പെർമിറ്റും കാര്യങ്ങൾ വരണേ കാത്തിരിക്കുകയാണ് ഞങ്ങളിവിടെ. ജസ്റ്റ് ഗാങ്ടോക്ക് 5 മിനിറ്റ് യാത്ര ചെയ്തു. ഒരു മഹേന്ദ്ര സ്റ്റൈലോ ആണ് ഫുള്ള് സെറ്റാക്കിയിട്ട് ട്രിപ്പ് മൊത്തം. അപ്പം ഈസ്റ്റ് സിക്കിമിൽ ചങ്കു ലേക്ക് ഉണ്ട്, നതുല്ല പാസ് ഉണ്ട്, സിൽക്ക് റോഡ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി കാഴ്ചകളുണ്ട്. സ്റ്റേ ട്യൂൺ വിത്ത് ദ വീഡിയോ, വി വിൽ എക്സ്പ്ലോർ ഈസ്റ്റ് സിക്കിം. അങ്ങനെ പെർമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെക്ക് പോസ്റ്റിലെ ചെക്കിങ്ങും കഴിഞ്ഞ് യാത്ര സ്റ്റാർട്ടായി. ഗാങ്ടോക്ക് ഏകദേശം 5500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നതുല്ല പാസ് എത്തുമ്പോഴത്തേക്കും ഏകദേശം 14,000 അടി ഉയരത്തിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. 14,000 അടി ഉയരം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ഹൈറ്റ് അല്ല കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്ക് ഓക്സിജൻ്റെ കുറവുണ്ടാവും. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉള്ളവർക്കൊക്കെ ഇത്തിരി പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് അവിടേക്കുള്ള ഹിമാലയൻ മലനിരകളിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഈസ്റ്റ് സിക്കിം ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ. ചൈനീസ് ബോർഡർ ഉള്ളതുകൊണ്ട് ഫുള്ള് മിലിറ്ററി കൺട്രോളുള്ള ഒരു ഏരിയ ആണിത്. അപ്പം അങ്ങോട്ട് പോകാനുള്ള പെർമിറ്റ്സൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടാക്സി വഴിയോ അതോ ഒരു കാറോ ബൈക്കോ റെൻറ്റിന് എടുത്തിട്ടാണെങ്കിലും അത് റെൻറ്റ് ചെയ്യുന്ന കടക്കാരനെ പെർമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. ഈ പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ID കാർഡും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അത് മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണേ, സിക്കിമിൽ ID കാർഡായിട്ട് നമ്മൾ ആധാർ കാർഡ് എടുക്കില്ല. വോട്ടർ ID യോ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ആധാർ കാർഡ് അവർ ID കാർഡായിട്ട് എടുക്കില്ല. ടാക്സി റേറ്റൊക്കെ പറഞ്ഞാൽ ഒരു 6 സീറ്റർ വണ്ടിക്ക് ഏകദേശം 4,500 രൂപ പെർ ഡേ ചാർജ് ചെയ്യും. ഇത് ഇൻക്ലൂഡിങ് ഡ്രൈവർ ആൻഡ് പെട്രോളാണ്. പിന്നെ ഒരു 4 സീറ്റർ വണ്ടിയാണെങ്കിൽ ഏകദേശം 3,500 രൂപ പെർ ഡേ ചാർജ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഒരു ഒറ്റക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഷെയർ ടാക്സിയും കിട്ടും, ഏകദേശം 1,200 1,300 പെർ പേഴ്സണിന്. പക്ഷേ അതൊരു കൂട്ടമായിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ടൈമിൻ്റെ അലോക്കേഷനും അങ്ങനെയൊക്കെ ആയിരിക്കും, ആ കാര്യങ്ങളുണ്ടാവും. ബൈക്ക് റൈഡിങ് താല്പര്യമുള്ളവർക്ക് ഈ ഈസ്റ്റ് സിക്കിം റൂട്ട് അടിപൊളിയായിരിക്കും. വളരെ സുന്ദരമായ റോഡുകളാണ്. ബൈക്ക് റെൻറ്റ് ചെയ്യാനും ഇവിടെ കിട്ടും. അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ബൈക്ക് റെൻറ്റ് ചെയ്യാനും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയമായപ്പോഴത്തേക്കും റോഡിൽ ശരിക്കും നല്ല കോട ഇറങ്ങി. അങ്ങനെ നമ്മൾ യാത്രയായി, പെർമിറ്റൊക്കെ സെറ്റായി, അതിൽ കൂടെ യാത്ര ചെയ്ത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം 15th മൈൽ 15ാം മൈലിൽ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നതുല്ല പാസിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇവിടെ കുറേ കടകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബേസിക്കാണ്. നിയർലി ബ്രെഡ് ഓംലെറ്റ്, മാഗി ഇങ്ങനെ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ വരുന്ന വഴിക്കുള്ള വ്യൂ എൻ്റെ അമ്മ, നിറച്ചും കോടനെ. ഓരോ ഭാഗത്തും ഓരോ മാതിരിയാണ്. ഒരു ഭാഗത്ത് നിറച്ചും കോടയിലൂടെ, ഒരു ഭാഗത്ത് ഭയങ്കര വാലി വ്യൂസ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നിയർലി ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. നമുക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ വന്നു. 10,400 ഫീറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. 10,400 ഫീറ്റ്. നതുല്ല പാസ് 14,000 ഫീറ്റ്. അപ്പം നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര മുന്നോട്ട് പോകാം. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈലോ ആണ്. അപ്പം ഇതാണ് നമ്മളിവിടെ അവരെ വണ്ടിക്കാരൻ്റെ ടീമിൻ്റെ കടയാന്ന് പറഞ്ഞാൽ ശരി, അവിടെ നിന്ന് കഴിച്ചേക്കാം. അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് യാത്ര വീണ്ടും സ്റ്റാർട്ടായി. ട്രിപ്പിൻ്റെ ഫസ്റ്റ് സ്പോട്ട് ചങ്കു ലേക്കാണ്. ഈ ചങ്കു ലേക്ക് നതുല്ല പാസിൻ്റെ വഴിയിലൂടെ തന്നെ പോകുമ്പോഴുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഓൾട്ടിറ്റ്യൂഡ് കൂടി വരുന്തോറും ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഭംഗിയും കൂടി വരികയാണ്. ഇപ്പം ഏകദേശം ഒരു 10,000 ഫീറ്റ് ഹൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വലിയ വലിയ മലനിരകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പം മുകളിലേക്ക് ഇങ്ങനെ പോകുന്തോറും വലിയ മരങ്ങളൊക്കെ ശരിക്കും കുറഞ്ഞു. മലകളിൽ കാണാനില്ല വലിയ മരങ്ങളൊന്നും. ഇവിടുത്തെ റോഡുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസും ഒക്കെ ചെയ്യുന്നത് ബ്രോ ആണ്. BRO അല്ലെങ്കിൽ ബ്രോ എന്ന് പറഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അവരെ സമ്മതിക്കണം.
വളരെയധികം ലാൻഡ് സ്ലൈഡ്സ്, ഹെവി സ്നോഫോൾസ്, അവലാഞ്ചസ്, അങ്ങനെ ഒട്ടനവധി ഹെവി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഈസ്റ്റ് ആൻഡ് നോർത്ത് സിക്കിം. എന്നിട്ടും വളരെ ഭംഗിയായി എഫിഷ്യൻ്റായി ഇത്രയും ഉയരങ്ങളിലെ മലനിരകളിൽ അവർ ഈ റോഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിക്കിമിലോടുള്ള ഈ ഡ്രൈവ് അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഓടിച്ചപ്പോൾ നമ്മളെ ഫസ്റ്റ് പോയിന്റിലെത്തി, ചങ്കു ലേക്ക്. മുന്നിൽ തന്നെ യാക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, യാക്ക് ഓടിക്കാൻ റൈഡൊക്കെ ചെയ്യാന്നുള്ള ഇതിലായിട്ട്. ഓ, യാക്സ് ആർ റിയലി ബിഗ്. ഈ യാക്കുകൾ ഭയങ്കര ക്യൂട്ടാണ്. അയ്യോ, വേറെ അനക്കില്ലാതെ നിൽക്കുന്നുണ്ട്. അവരങ്ങനെ ചോദിക്കുന്നുണ്ട് യാക്കിൻ്റെ റൈഡ് ചെയ്യണ്ടോന്ന്. ഞങ്ങൾ ചെയ്തില്ല. ഇതാണ് ചങ്കു ലേക്ക്. ഡിസംബർ പകുതി ആകുമ്പോഴത്തേക്കും ആക്ച്വലി സ്നോഫോൾ ഇവിടെ സ്റ്റാർട്ടാവും. ഡിസംബർ പകുതിക്ക് ശേഷം വന്നാൽ ഇവിടെ ഫുള്ള് സ്നോയിൽ കവേർഡ് ആവുമെന്നാണ് പറഞ്ഞത്. അത് വേറൊരു ലുക്കായി കിട്ടും. ഫുള്ള് ഈ മലകൾ മൊത്തം സ്നോയിൽ കവേർഡ് ആയിരിക്കും. ലേക്ക് ചിലപ്പോൾ ജനുവരി ഫെബ്രുവരി ആണെങ്കിൽ ഫ്രോസൺ ആവും ചങ്കു ലേക്ക്. അതൊരു വേറെ വ്യൂ തന്നെ ആയിരിക്കും. ബട്ട് ജനുവരി പകുതി മുതൽ ഫെബ്രുവരിക്കൊന്നും ഇങ്ങോട്ട് വരില്ല. വഴിയൊക്കെ അടഞ്ഞിട്ടായിരിക്കും ഹെവി സ്നോഫാൾ കാരണം. ഡിസംബർ 15 ശേഷം വളരെ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞത് നമ്മളെ ഡ്രൈവർ അണ്ണൻ. ഡിസംബർ 15 ശേഷം സ്നോഫാൾ തുടങ്ങിയ സമയത്ത് നമ്മളിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് നടക്കുന്നേ ഉള്ളൂ. നമുക്ക് നതുല പാസ് പോകണം. അവിടെ ടൈമിംഗ് ഉണ്ട്, നതുല പാസിന് ടൈം വരെ ഉണ്ടാവുള്ളൂ. ഓ, ചുറ്റും ഈ മലേൻ്റെ വ്യൂ. എൻ്റെ ഈ ക്യാമറയിൽ ഈ സാധനം കിട്ടണമെന്ന് എനിക്കറിയില്ല, സത്യം പറയല്ലോ. അതിന് നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വേണം, എന്നാലും ഇതിൻ്റെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വ്യൂ അത്രയും സുന്ദരമാണ്. ലേക്കിൽ നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ നടന്നു ഒരു പാതൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നടന്നിങ്ങനെ പോവാം അങ്ങേറ്റത്തേക്ക്. പക്ഷെ സമയം നമുക്ക് കുറച്ച് കുറവാണ്. 1 മണിക്ക് നതുല പാസ് അടയ്ക്കും. ഇപ്പോൾ ഏകദേശം 11 മണിയായി. അപ്പം നതുല പാസ് നിയർ ബൈ ആണ്. ഓൺലി 15 മിനിറ്റ്സ് ഉള്ളൂ ഇവിടുന്ന്. ഇവിടെ മറ്റേ ആൾട്ടിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് വലിയ വലിയ മരങ്ങളൊന്നും ഉണ്ടാവില്ല, ബുഷുകൾ ഉണ്ടാവുള്ളൂ ഈ മലകളിൽ. പക്ഷെ നല്ല രസമുള്ള മലകളിൽ മറ്റേ ചിലത്ത് ചുവപ്പ്, ചിലത്ത് യെല്ലോ കളർ, ചിലത്ത് പച്ച, വളരെ ഭംഗിയുണ്ട് കാണാൻ. ഞാൻ മിലിറ്ററി ട്രക്ക് കണ്ടിന്യൂസ് ആയി പോകുന്നത് കാണാം കേട്ടോ. ഇവിടെ മിലിറ്ററി ക്യാമ്പ്സ് ഇഷ്ടംമാതിരിയുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. മിലിറ്ററിക്കാർ പാവങ്ങൾ ജനുവരി ഫെബ്രുവരി കാലത്തിൽ ഇവിടെ വെരി ഹാർഡ് ടു സർവൈവ്. നല്ല മൈനസ് ആയിരിക്കും, നല്ല മഞ്ഞായിരിക്കും. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ജീവിക്കുന്നവരെല്ലാവരും ഫുഡും കാര്യങ്ങളും താഴ്ന്ന് കൊണ്ടുവരിക ചെയ്യുക. അതിനെക്കൊണ്ട് ഫുഡ് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ ബേസിക് ഫുഡ്സേ കിട്ടുള്ളൂ. ഡോണ്ട് എക്സ്പെക്ട് ബിരിയാണി, മസാല ദോശ ഒന്നും കിട്ടില്ല. മാഗിയും ബ്രെഡ് ഓംലേറ്റും അതൊക്കെ തന്നെയാണ് ഭക്ഷണങ്ങൾ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഞങ്ങളിത് 2 ദിവസത്തെ പ്ലാനാണ്. ഇന്ന് ചങ്കു, ഇവിടുത്തെ വേറെ ലേക്ക് ഉണ്ട്, അതും ബാബ മന്ദിർ ഉണ്ട്, നതുല പാസ്സൊക്കെ കണ്ടിട്ട് സുലുക്ക് പോയി താമസിക്കും. എൻ്റെ പിറ്റേ ദിവസമാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് 1 ഡേ ട്രിപ്പും ചെയ്യാം ആൾക്കാർക്ക്. ഇതെല്ലാം നതുല പാസ് കണ്ട് തിരിച്ച് വൈകുന്നേരം തിരിച്ചും വരാം. അങ്ങനെ 1 ഡേ ട്രിപ്പും ചെയ്യാം. ഞങ്ങൾ ദിവസം നിൽക്കാൻ തീരുമാനിച്ചു എന്തായാലും. Man, the view is so beautiful.
അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ലേക്കിൽ സ്പെൻഡ് ചെയ്ത് ഇതാണ് യാക്ര അഴുകിയ ടീം. യാക്ര വെള്ളം കുടിക്കാൻ നന്നായിരുന്നു. യാക്ക് വെള്ളം കുടിക്കാൻ നമ്മളവിടെ കണ്ടത്. ഒറ്റയിരിപ്പിന് 20 ലിറ്റർ വരെ വെള്ളം കുടിക്കാന്നാണ് പറയുന്നത്. ഒട്ടകം മാതിരി പോകുന്ന സാധനം, നിറച്ചും വെള്ളം കുടിക്കും പോലും. അപ്പോൾ എന്തായാലും ചെങ്കൂലേക്ക് കഴിഞ്ഞു. അതിലെ പൂട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകാം. തിരിച്ചു വരുമ്പോൾ ചെങ്കൂല ഒന്നും കൂടി നിൽക്കാം. വണ്ടി അവിടെ കിടക്കുന്നത്, നടന്നു പോട്ടെ. ചങ്കു ലേക്ക് കഴിഞ്ഞ് നെതുല പാസ് പോകുന്ന വഴിക്ക് നമുക്ക് ഒട്ടനവധി മിലിറ്ററി ക്യാമ്പ്സ് കാണാം. ചിലത് വർക്ക്ഷോപ്പാകും, ചിലത് ട്രെയിനിങ് ക്യാമ്പ്സ്, ചിലത് അവർ താമസിക്കുന്ന ക്യാമ്പ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാമ്പ്സ് നമുക്ക് കാണാം. പല ക്യാമ്പുകളുടെയും മുന്നിലും മിലിറ്ററി ടാങ്ക്സ്, ഹെവി മെഷീൻ ഗൺസ്, ഷെൽ ലോഞ്ചസ്, അങ്ങനെ പല പല വെപ്പൻസൊക്കെ കാണാം. നമുക്ക് രാജ്യത്തിൻ്റെ അതിർത്തിയത്യമായിട്ടൊരു ഫീൽസൊക്കെ വന്നു തുടങ്ങും. ഈ എല്ലാ മിലിറ്ററി ക്യാമ്പ്സിൻ്റെ മുന്നിൽ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിയുന്നതും അവയുടെ വീഡിയോ എടുക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നെതുല പാസ് വിസിറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ പാസ്സാണ്. അത് ഒരു ദിവസം മുന്നേ അപ്ലൈ ചെയ്യണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങളിൽ നെതുല പാസ് ടൂറിസ്റ്റുകാർക്ക് ഓപ്പൺ അല്ല. ബാക്കി ദിവസങ്ങളിലൊക്കെ ഓപ്പണാണ്. ബട്ട് ഉച്ചയ്ക്ക് 1:30 ശേഷം നെതുല പാസ് വിസിറ്റേഴ്സിന് ഓപ്പൺ അല്ല. നെതുല പാസ് ക്ലോസ് ചെയ്യും. അപ്പം നെതുല പാസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മുന്നേ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം. എന്നാലും നെതുല പാസ് കാണാൻ പറ്റുള്ളൂ. മെയ് ടു ഒക്ടോബർ ആണ് നെതുല പാസ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം. ഈ ടൈമിൽ ഏകദേശം ഒരു 10 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. സ്നോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. വിൻ്റർ സമയത്ത് നല്ല ഹെവി സ്നോഫോളാണ് നെതുല പാസിന് കിട്ടുക. നിയർലി -25 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ പോകുന്നതാണ് പറയുന്നത്. പക്ഷേ സ്നോഫോളുള്ള ടൈമിലും വേണമെങ്കിൽ വരാം. സ്നോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് വേറെ ലുക്കായിരിക്കും. ബട്ട് മെയ് ടു ഒക്ടോബറാണ് ഏറ്റവും നല്ല ടൈം. ബാക്കിയുള്ള ടൈമിൽ സ്നോ ഒക്കെ നിറഞ്ഞ് കവേർഡായിട്ട് നല്ല ഫ്രീസിങ് ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും. ചങ്കുവിലേക്ക് നിന്ന് നെതുല പാസിലേക്ക് ഒരു 20 മിനിറ്റ്സിൻ്റെ ഡ്രൈവാണ്. അത്രയ്ക്ക് ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ 20 മിനിറ്റ്സിൽ നമ്മൾ ഏകദേശം ഒരു 10,000 ഫീറ്റിൽ നിന്ന് 40,000 ഫീറ്റ് ഹൈറ്റിലേക്കാണ് എത്തിപ്പെടുന്നത് കേട്ടോ. ആൻഡ് ദ ഡ്രൈവ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ചങ്കുവിലേക്ക് നിന്ന് ഇതിലേക്കുള്ള വളരെ സുന്ദരമായ സ്ഥലത്ത് കൂടി നമ്മൾ പോവുക. ശരിക്കും ആകാശത്തൊക്കെ എത്തിയ ഒരു ഫീലിംഗ് കിട്ടും. ഭയങ്കര ഹൈറ്റിലെത്തിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ശരിക്കും. ആൻഡ് നെതുല പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇന്ത്യ ചൈന അതിർത്തിയാണ്. ചൈന എന്ന് പറഞ്ഞാൽ ടിബറ്റൻ റീജിയൻ ഓഫ് ചൈന. 1950കളിലൊക്കെ നല്ല രീതിയിൽ സിക്കിമും ടിബറ്റും തമ്മിൽ കച്ചവടങ്ങളൊക്കെ ഈ വഴി നടന്നിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും യുദ്ധങ്ങളൊക്കെ കാരണം നെതുല പാസ് ക്ലോസ് ചെയ്തു. പിന്നെ 2006 നെതുല പാസ് വീണ്ടും റീഓപ്പൺ ചെയ്തത്. ഇത് റീഓപ്പൺ ചെയ്തപ്പം മാനസരോവറിലേക്കും കൈലാസത്തിലേക്ക് പോകാൻ ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് നെതുല പാസ് മാറി. ആൻഡ് പിന്നെയും ഇതുവഴി കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താലും അത്രയും കണ്ട് ക്ലിക്കായില്ല. ഇപ്പം ഈസ്റ്റ് സിക്കിമിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടാണ് നെതുല പാസ് നിൽക്കുന്നത്. അങ്ങനെ ഫൈനലി നെതുല പാസിൽ എത്തിയിട്ടു. അവിടെ മുകളിൽ കാണുന്ന റെഡ് ബിൽഡിങ് ഇന്ത്യക്കാരതും അതിൻ്റെ ബാക്കിൽ വൈറ്റ് ബിൽഡിംഗ് ഉണ്ട്, അത് ചൈനീസിൻ്റെയാണ്. ഇത് ഇന്ത്യ ചൈനയുടെ ബോർഡറാണ്. ഈ മലേൻ്റെ അപ്പുറത്തെ ചൈനയാണ്. ആൻഡ് 40,000 ഫീറ്റിലാണുള്ളത്. ഓക്സിജൻ്റെ കുറവൊക്കെ ഉണ്ട്. അത്ര കുഴപ്പമൊന്നുമില്ല, ശാന്തമായിട്ട് വന്നാൽ മതി. ബട്ട് ഇവിടേക്ക് വരുന്ന വഴി എൻ്റെ എന്ത് സുന്ദരാന്ന് അറിയോ, വളരെ സുന്ദരം ഇവിടേക്ക് വരുന്ന വഴി. നെതുല പാസിലേക്ക് കയറാൻ പോവാണ്. പക്ഷെ അവിടേക്ക് വീഡിയോ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ ക്യാമറ ഓഫ് ചെയ്യും. നമ്മൾ നെതുല പാസ് മുകളിൽ പോയി കണ്ടിട്ട് താഴത്തേക്ക് വരാം. ഉള്ളിലേക്ക് കയറാൻ പോവുക. ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പണ്ട് ഏതൊരു ടീം വന്നൊരു ഡ്രോൺ പറത്തിയിട്ടുണ്ടായിരുന്നു. പാവങ്ങളെ ഡയറക്റ്റ് കൊണ്ടേ ഇട്ടു. 4-5 കൊല്ലം ജയിലിൽ കിടന്നാണ് പറഞ്ഞത്. മിലിറ്ററി ജയിലിൽ കിടന്ന് രാജ്യദ്രോഹം പറഞ്ഞിട്ട കുറ്റം വരുന്നത്. അപ്പം അങ്ങനത്തെ പരിപാടി നമ്മളില്ല. ഫോട്ടോഗ്രാഫി സ്റ്റോപ്പിങ്. നെതുല പാസ് മുകളിൽ കണ്ടു. ക്യാമറ അലൗഡ് ആയിരുന്നില്ല, അതിനെ കൊണ്ട് എടുത്തു പോയില്ല. സംഭവം ഈ കാണുന്ന റോഡില്ലേ, ഈ കാണുന്ന റോഡ് ഇങ്ങനെ മുകളിലൂടെ പോയി അവിടെ ആ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഇൻ്റർനാഷണൽ ബോർഡറാണ്.
ഇന്ത്യൻ്റെ ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്, ആ റോഡ് ക്രോസ് ചെയ്യും. പിന്നെ ഒരു 10 മീറ്റർ ഗ്യാപ്പ് ഇടയിൽ റോഡുണ്ട്, അവിടെ ഒന്നുമില്ല. പിന്നെ ചൈനേൻ്റെ ഗേറ്റ്, അതാണ് നദുല പാസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബോർഡറാണ്. പണ്ട് കാലത്ത് ഇവിടെ നല്ല ട്രേഡ് നടക്കുമായിരുന്നു ഈ റോഡ് വഴി. സിൽക്ക് റോഡിൻ്റെ കാലഘട്ടം മുതൽ ഭയങ്കരമായിട്ട് ട്രേഡ് നടക്കുമായിരുന്നു ഇവിടെ. ഇപ്പം കൊറോണന് മുന്നേ തന്നെ ഇവിടെ ചൈനീസ് ട്രേഡ് സെൻ്റർ ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടമാനം ഇലക്ട്രോണിക്സ് തുണി സാധനങ്ങൾ വരികയായിരുന്നു. അക്കാലത്തും ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ കൊറോണയ്ക്ക് ശേഷം ആക്ച്വലി ഫുള്ള് ട്രേഡിങ് സ്റ്റോപ്പായി. അപ്പം അതിനുശേഷം ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബോർഡർ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. പിന്നെ ഇവിടെ ചില കാണാൻ ഒരു ഇൻ്റർനാഷണൽ ബോർഡർ അത്രേ ഉള്ളൂ. ചൈനീസിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, കുറച്ച് ചൈനീസ് സോൾജേഴ്സിനെ കാണുന്ന മുകളിൽ അവിടെ ഇവിടെ കാണാം, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇവിടേക്ക് വരുന്ന വഴി അതിമനോഹരമാണ്. ഇപ്പോഴും എന്ത് ഭംഗിയാറേ വഴി. പിന്നെ ഡ്രൈവർ പറഞ്ഞു ഡിസംബർ കാലത്ത് ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പം എൻ്റെ ഒരു മഞ്ഞുകാലത്ത് വരരുത്, ഫുള്ള് മഞ്ഞ ഫുൾ വെള്ളം നിറയെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ മലേൻ്റെ ഈ പച്ച, ചിലത്ത് ചുവപ്പ്, ചിലത്ത് മഞ്ഞ, വെവ്വേറെ ഷെയ്ഡ്സാണ്. സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ഈ ക്യാമറയിൽ കിട്ടില്ല, റിയലി സോറി. അപ്പം നദുല പാസ് നമ്മൾ പെട്ടെന്ന് വന്നതാണ്. അത് 1 മണിയാകുമ്പോൾ പൂട്ടും, അതിന് മുന്നേ വരണം. അതിന് പെർമിറ്റൊക്കെ എടുത്തിരുന്നു. നദുല പാസിന് പ്രത്യേകിച്ചൊരു പെർമിറ്റ് എടുക്കണം. അതിന് 2500 rupees എക്സ്ട്രാ ചാർജ് വരും. അപ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ പെർമിറ്റൊക്കെ എടുത്തതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടേക്ക് വന്നതാണ്. ഇനി സുലൂക്കിലേക്കാണ് പോകുന്നത്, അവിടെ സ്റ്റേ ആണെന്ന്. പക്ഷെ പോകുന്ന വഴിക്ക് ഓരോരോ ലേക്കുകളൊക്കെ കണ്ടിട്ടുള്ള പോക്കാണ്. അപ്പം വണ്ടിയിലേക്ക് പോട്ടെ. വണ്ടി എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ. വണ്ടി കണ്ടുപിടിച്ച് വണ്ടിയിലേക്ക് കയറണം. ഓക്കേ, വൺ മാൻ സ്റ്റീൽ. ഇവിടെയുള്ള മൗണ്ടൻസ് ഡെസേർട്ടാണ്, ബട്ട് സോ ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. How was Nathula Pass? Amazing, and what a beautiful roads and everything. Okay. We saw the China border, we saw India border. Did you meet Chinese people? Yes. Did you order Chinese food? No, Okay. it's just food to them. Right. Okay, let's go to a vehicle. We'll go. move. നദുല പാസിൽ നിന്ന് നമ്മൾ സുലൂക്കിലേക്ക് യാത്രയായി. സുലൂക്ക് വില്ലേജിലാണ് നൈറ്റ് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോട്ടൽസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ ഹോം സ്റ്റേസ് ഒക്കെ കിട്ടുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് റൂം സെറ്റ് ആക്കണം. സുലൂക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സ്പോട്ട്സ് ഉണ്ട്. ബാബ മന്ദിർ, സിൽക്ക് റോഡ്, ഇതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വേണം സുലൂക്ക് പിടിക്കാൻ. നദുല പാസിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് തന്നെ അടുത്തൊരു ലേക്കിലെത്തി. ബോട്ടിംഗ് ലേക്ക് എന്നാണ് പറഞ്ഞത്. വളരെ ഭംഗിയുണ്ട് ഇതിന് മുകളിൽ നിന്ന് കാണാൻ. നമ്മൾ മുകളിൽ താഴത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നാണ് വന്നത്. റോഡിലൂടെ വന്ന് നമ്മളിവിടെ എത്തി. ഭയങ്കര ശാന്തി കേട്ടോ ഇവിടെ. എന്നാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്, ആൾക്കാരെണ്ണം കുറവാണ്, കുറച്ച് മിലിറ്ററി മാത്രമേ ഉള്ളൂ. ഭയങ്കര പീസ്ഫുള്ളാണ്. സുലൂക്കിലേക്കുള്ള യാത്രക്കിടയ്ക്ക് ഇത്തരം സുന്ദരമായ കുറേ ലേക്സും കുറേ സ്പോട്ട്സും നമുക്ക് കാണാം. ചുമ്മാ വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ കുറച്ചേരം ഇരിക്കാനൊക്കെ തോന്നും. നമ്മുടെ അടുത്ത സ്പോട്ടായ ബാബ മന്ദിർ വളരെ പ്രത്യേകതയോട് കൂടിയൊരു അമ്പലമാണ്. ഇത് തന്നെ 2 ഉണ്ട്, ഓൾഡ് ബാബ മന്ദിർ ആൻഡ് ന്യൂ ബാബ മന്ദിർ. ഓൾഡ് ബാബ മന്ദിറാണ് ഒറിജിനൽ. ഇപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്, ന്യൂ ബാബ മന്ദിറിലേക്ക് പോകുന്നില്ല. ബാബ മന്ദിരത്തെ പ്രതിഷ്ഠ ഒരു ദൈവമല്ല, ഒരാളാണ് ദൈവം, ഒരാൾ ദൈവമാണ് ബാബ മന്ദിരത്തെ പ്രതിഷ്ഠ. 1965, 1968 കാലയളവിൽ ഇന്ത്യൻ ആർമിയിലുണ്ടായിരുന്ന ഒരു സോൾജറായിരുന്നു ബാബ ഹർഭജൻ സിംഗ്. 1968 നദുല പാസിൻ്റെ അടുത്ത് ഒരു ദൗത്യത്തിനിടയ്ക്ക് തടാകത്തിൽ വീണിട്ട് ബാബ ഹർഭജൻ സിംഗ് മരണപ്പെട്ടു. ഹർഭജൻ സിംഗിൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം നദുല പാസ് റീജിയനിലുള്ള പട്ടാളക്കാരുടെ സ്വപ്നങ്ങളിൽ വന്നിട്ട് ശത്രുസേനയുടെ പ്ലാൻസും ആ ഏരിയയിൽ വരുന്നുള്ള അപകടങ്ങളും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മരണശേഷവും ബാബ ഹർഭജൻ സിംഗ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സേവനം നടത്തുമെന്നാണ് വിശ്വാസം. ബാബ ഹർഭജൻ സിംഗ് ഇപ്പോഴും ഡ്യൂട്ടിയിലാണ്. അദ്ദേഹത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ള അമ്പലമാണ് ബാബ മന്ദിർ. ഇന്ത്യൻ മിലിറ്ററിയാണ് ഇതിൻ്റെ മേൽനോട്ടമൊക്കെ. ഇതിൽ രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ മാസവും ബാബ ഹർഭജൻ സിംഗിൻ്റെ ഫാമിലിക്ക്
അദ്ദേഹം ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു തുക ശമ്പളം അയച്ചു കൊടുക്കുന്നുണ്ട്. ബാബ മന്ദിറിൻ്റെ മുകളിൽ ഒട്ടനവധി കഥകളുണ്ട്. ഈ ഏരിയ തന്നെ സംരക്ഷിക്കുന്നത് ഇദ്ദേഹമാണ്. ഇവിടുത്തെ എല്ലാ അപകടങ്ങൾ വരുന്നതും ശത്രു സൈന്യത്തിൻ്റെ അറ്റാക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ മുൻകൂട്ടി ഇദ്ദേഹം പട്ടാളക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പല രോഗങ്ങൾക്കും ഇവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കഥകളുണ്ട്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ബാബ മന്ദിർ ഓരോ വർഷം വന്ന് കണ്ടുപോകുന്നത്. വരുന്ന വഴിക്ക് ന്യൂ ബാബ മന്ദിർ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കയറിയില്ല. ഓൾഡ് ബാബ മന്ദിറിൽ കയറാം. അതിൽ വലിയൊരു കഥയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ ബാബ മന്ദിറിൽ നിന്ന് ഇങ്ങനെ വരുമ്പം വ്യൂ, ഒരു പാറപ്പുറവും അവിടെ ഒരു ലേക്കും, നമ്മളെ വണ്ടി. അങ്ങനെ കുറച്ച് ദൂരം കൂടി പോയപ്പോഴേക്കും ഒരു ലേക്കും കൂടി വന്നു. എലിഫന്റ് ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. യാത്രയിൽ ഇങ്ങനത്തെ ഓരോ വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. ഇതാണ് എലിഫന്റ് ലേക്ക്. അതിൻ്റെ അപ്പുറത്ത് കണ്ട ഈ ബിൽഡിങ്സ് മൊത്തം മിലിറ്ററിക്കാരെ ക്യാമ്പും കാര്യങ്ങളാട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു ലേക്ക്. ഭയങ്കര സുന്ദരമായ മൗണ്ടൻ റേഞ്ച്. അപ്പം ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് നിന്ന് കുറച്ച് വ്യൂ കണ്ടിട്ട് പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. അങ്ങനെയാണ് യാത്ര പോകുന്നത്. സുലൂക്കിലേക്കുള്ള യാത്രയാണ് ഇപ്പം. പിന്നെ ഓൾഡ് ബാബ മന്ദിറും ഈ വഴിക്ക് കാണും. ഈസ്റ്റ് സിക്കിമിൻ്റെ ഈ റോഡുകളിൽ അങ്ങനെ വഴിയോര ഹോട്ടൽസൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിനു മുന്നേ ഒരു ചായ കുടിക്കാൻ പറ്റിയത് നെതുല പാസിലെ മിലിറ്ററിക്കാർ നടത്തുന്ന ഒരു മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്നാണ്. അവിടെയാണെങ്കിൽ ചായയും ബിസ്ക്കറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫുഡ് കിട്ടണമെങ്കിൽ സുലൂക്ക് എത്തണം. അത്യാവശ്യത്തിനുള്ള സ്നാക്സൊക്കെ ഞങ്ങൾ കരുതിയുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മുടെ അടുത്ത സ്പോട്ട് ഓൾഡ് ബാബ മന്ദിറാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ ഡ്രൈവിൽ ഞങ്ങൾ ബാബ മന്ദിർ എത്തി. ബാബ മന്ദിറിൻ്റെ മുന്നിലുള്ള വ്യൂ അത് കേട്ടോ. ഒരു രക്ഷയില്ല വ്യൂ. ഇവിടെയാണ് ബാബ മന്ദിർ. ഇതാണ് ശരിക്കുള്ള ബാബ മന്ദിർ. അത് നമ്മൾ കണ്ട സാധനം ന്യൂ ബാബ മന്ദിർ ആയിരുന്നു. ഇതാണ് ഓൾഡ് ബാബ മന്ദിർ. ബാബ മന്ദിറിലേക്ക് പോയി നോക്കാം. ഇവിടുത്തെ പട്ടാളക്കാരുടെ വിശ്വാസം കൂടെ ഉണ്ടായിട്ടോ ഈ അമ്പലം. ആക്ച്വലി പട്ടാളക്കാരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ ഉണ്ടാക്കിയ അമ്പലമാണ്. ഹർഭജൻ സിംഗ് പറഞ്ഞ സോൾജർ ഉണ്ടായിരുന്നു, ബാബ ഹർഭജൻ സിംഗ്. ആ സോൾജർ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കപ്പെടുകയും അതിനോട് അനുബന്ധമായി കുറച്ച് കഥകളൊക്കെ ഉണ്ട്. ഐതിഹ്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. അങ്ങനെ നിർമ്മിച്ച മന്ദിറാണിത്. ബാബ ഹർഭജൻ ബാബ മന്ദിർ എന്ന് പറയുന്നത്.
മുന്നിലൊരു ഹിസ്റ്ററി റൂമുണ്ട്. ഇവിടെ ബാബ ഹർഭജൻ സിംഗിനെ കുറിച്ചും ഈ അമ്പലം ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ പഴയകാല ഫോട്ടോസും ഉണ്ട്. അമ്പലം മുകളിലാണ്. ഇവിടെ ഈസ്റ്റ് സിക്കിമിലെ പട്ടാളക്കാരുടെ വിശ്വാസം എന്ന് വെച്ചാൽ ഈ ഹർഭജൻ സിംഗ്, ബാബ ഹർഭജൻ സിംഗ് ആണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഭയങ്കര ഒരു വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. അതിന് കുറേ കഥകളുണ്ട് അത് വിശ്വാസത്തിന് വരാനുള്ളത്. മൂപ്പര് പ്രേതം ഇവിടുത്തെ പട്ടാളക്കാരുടെ സ്വപ്നങ്ങളിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ റെഡിയാവുന്നു. അങ്ങനത്തെ കുറേ വിശ്വാസങ്ങൾ കഥകളിലൂടെ ആണ് ഈ ബാബ ഹർഭജൻ സിംഗിൻ്റെ ടെമ്പിളിനെ വന്നത്. അമ്പലത്തിനുള്ളിൽ 2-3 മുറികളുണ്ട്. ഇതിലൊന്നൊരു ഓഫീസ് റൂമാണ്. അവിടെ ബാബ ഹർഭജൻ സിംഗ് വർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. മേശയും കസേരയും മുറിയിൽ അദ്ദേഹത്തിൻ്റെ യൂണിഫോംസൊക്കെ വെച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോഴും അവിടെ ഡ്യൂട്ടിയിലാണെന്നാണ് പറയുന്നത്. छोटी जाएगा एक एक करके जाइए एक एक करके चले जाएगा ഇവിടെ വിശ്വാസം അയാൾ ഇപ്പോഴും ഡ്യൂട്ടിയിലാണെന്നാണ്. അയാൾ യൂണിഫോമൊക്കെ എപ്പോഴും കഴുകി വെക്കും, ആൾക്കാർ മാറ്റി വെക്കും, ചെയറൊക്കെ വെച്ചിട്ട് അയാൾക്ക് ഇപ്പുറത്ത് റൂമുണ്ട്, ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഒന്ന് വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ട്. জিনিসপত্র আছে Side DJ please. No. Excuse me. No. അപ്പോൾ ടെമ്പിളിലൊന്ന് കയറി കണ്ടു. അപ്പം ബാബ ഹർഭജൻ സിംഗിന് കിടക്കാനുള്ള ബെഡും അയാൾ വർക്കിംഗ് ഓഫീസ് റൂമും ഒക്കെ അവിടെ സജ്ജാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അമ്പലം. The location here is so amazing. ഭഗവാനെ മണിയടിക്കുന്ന ഗാർഗി. ബാബ മന്ദിറിൽ നിന്ന് ഇറങ്ങി സുലൂക്കിലേക്ക് യാത്രയായി. ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു. ശരിക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പും വന്നു തുടങ്ങി. സുലൂക്കിലേക്കുള്ള യാത്ര ഓൾഡ് സിൽക്ക് റോഡ് വഴിയാണ്. ഇത്രയ്ക്കും കോട വന്നാൽ സിൽക്ക് റോഡ് നല്ലോണം കാണാൻ പറ്റും നമുക്ക് അറിയില്ല. BC 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു മിഡ് 15th സെഞ്ച്വറി വരെ യൂറോപ്പിനെയും ഏഷ്യനെയും ഒന്നിപ്പിച്ച് വ്യാപാര സാധനങ്ങൾ കടത്തിയിരുന്ന വളരെ വലിയൊരു റോഡ് നെറ്റ്വർക്കാണ് സിൽക്ക് റോഡ്. ആൻഡ് ഈസ്റ്റ് സിക്കിം വാസ് പാർട്ട് ഓഫ് ഇറ്റ്. പണ്ടുകാലങ്ങളിൽ യാക്കുകളിലും കുതിരകളിലും ഒട്ടകങ്ങളിലുമായി ഇതുവഴി ആളുകൾ ചരക്കുകൾ കടത്തിയിരുന്നു. അത്രയ്ക്ക് ചരിത്രം ഒളിച്ചിരിക്കുന്ന വഴികളാണിത്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമാണ്. ഇതിലൂടെ പോകുമ്പം പണ്ടുകാലത്തെ വ്യാപാരികളുടെ ഇതിലുള്ള യാത്ര എത്ര അഡ്വഞ്ചറസ് ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഓൾഡ് സിൽക്ക് റോഡിലൂടെ യാത്ര ചെയ്യാൻ. അങ്ങനെ ബാബ മന്ദിറിന്ന് സുലുക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ സിൽക്ക് റോഡിലൂടെ പോവുക. പണ്ടത്തെ ആ സിൽക്ക് റോഡ് റൂട്ടാണിത്. ഇത് സിൽക്ക് റോഡ് കാണാൻ വരുന്നവർക്കുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ബട്ട് സാഡ്ലി ഭയങ്കര ഫോഗായിപ്പോയി. ഇവിടെ ഫോഗ് ഇല്ലേൽ ഒരു ഗംഭീര വ്യൂ ആണ് എന്ന് നമ്മുടെ ഡ്രൈവർ പറയണേ. മലയോരത്തൂടെ വളഞ്ഞും പൊളഞ്ഞും പോകുന്ന ഓൾഡ് സിൽക്ക് റോഡിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പറയുന്നത്. ഈ റോഡ് വഴി പണ്ട് കാലത്ത് ഭൂട്ടാനിൽ നിന്ന് കൊൽക്കട്ട വരെ കച്ചവടം നടക്കുന്ന പറയുന്നത്. എന്തായാലും ഇവിടെ ഭയങ്കര ഫോഗാണ്. നമുക്ക് താഴെ പോയി വേറൊരു സ്പോട്ടുണ്ട്, അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു.
സിൽക്ക് റോഡ് നമ്മൾ മുകളിൽ തുടങ്ങി ഭയങ്കര ഫോഗായിരുന്നു. താഴെ കുറച്ച് ഫോഗ് ക്ലിയറായി. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റി. ഇവിടുന്ന് ആകാശത്തിൻ്റെ വ്യൂ, ക്ലൗഡ്സും എൻ്റെ പൊന്നെ. അങ്ങനെ ഫൈനലി സിൽക്ക് റോഡിൻ്റെ കുറച്ച് ഭാഗം ഫോഗൊന്നുമില്ലാതെ നമുക്ക് കാണാൻ കിട്ടി. വി വർ സോ ഹാപ്പി. ഇത്രയും ദൂരം വന്നതല്ലേ, ഫോഗ് കാരണം കാണാതെ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. സുലൂക്ക് വില്ലേജ് ഈ വഴികളിലൂടെ പോകണം. ഈ മലയോരത്തിൻ്റെ താഴെയാണ് സുലൂക്ക് വില്ലേജ്. ഈവനിങ് ആവാറായി. ഇനിയും ഒരു 1 hour ഡ്രൈവ് ഉണ്ട് സുലൂക്കിലേക്ക് എത്താൻ. അവിടെ പോയിട്ട് വേണം സ്റ്റേ ഒക്കെ റെഡിയാക്കാൻ. ഫുഡും ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ പോയിട്ട് കഴിക്കണം. സുലൂക്കിൽ ഹോം സ്റ്റേ കിട്ടുമെന്നാണ് പറഞ്ഞത്. വീക്കെൻഡിലൊക്കെ പോവുകയാണെങ്കിൽ ആദ്യമേ സ്റ്റേ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ സ്റ്റേ ഒക്കെ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. വീക്ക് ഡേയ്സിൽ കുഴപ്പമില്ല, അവിടെ പോയിട്ടും തപ്പിയാൽ സ്റ്റേ ഒക്കെ കിട്ടുമായിരിക്കും. ഈസ്റ്റ് സിക്കിമിൻ്റെ ഈ ട്രിപ്പിൽ അത്യാവശ്യം നേരം നമ്മൾ കാറിൽ യാത്ര തന്നെയായിരുന്നു. ഇവിടുത്തെ വണ്ടി ഓടിക്കുമ്പോഴുള്ള കാഴ്ചകളും വെതറും കാരണം ഈ കാർ ജേണി ഒരിക്കലും ബോറടിക്കില്ല. പിന്നെ സിക്കിമിലെ ടാക്സി ഡ്രൈവേഴ്സ്, ദേ ആർ സോ ഗുഡ്. അത്യാവശ്യം ഡേഞ്ചറസ് ആയ വഴികളാണ് ഇവിടുത്തത്. ആൻഡ് ഇവിടുത്തെ ഡ്രൈവേഴ്സ് ഒരിക്കലും റാഷ് ഡ്രൈവ് ചെയ്യില്ല. വളരെ നീറ്റായി, ഒരിക്കലും നമുക്കൊരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് അവരുടെ ഡ്രൈവിംഗ് ഒക്കെ. സിക്കിമിലെ ഡ്രൈവേഴ്സ് മാത്രമല്ല, ഇവിടുത്തെ മൊത്തം ജനങ്ങളും വളരെ പൊളൈറ്റാണ് നമ്മളോട് പെരുമാറുക. സിക്കിം സംസ്ഥാനത്തിൻ്റെ ഒരു മെയിൻ വരുമാനം അഗ്രികൾച്ചറും ടൂറിസവുമാണ്. ടൂറിസത്തെ നല്ല രീതിയിൽ തന്നെ ഇവർ പണ്ട് മുതലേ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയധികം ടൂറിസ്റ്റുകാർ വരുന്ന ഒരു സ്ഥലമാണ് സിക്കിം. സിക്കിമിലെ ജനങ്ങളുടെ പെരുമാറ്റവും ഇവർ പരിസരങ്ങൾ സൂക്ഷിക്കുന്ന രീതിയും ഇതൊക്കെ കാരണം തന്നെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ടൂറിസ്റ്റുകാർ വരുന്നത്. നമുക്കൊരിക്കലും പ്ലാസ്റ്റിക് ചപ്പ് ചവറ് കൂടിയ സ്ഥലങ്ങളോ വൃത്തികേടാക്കിയ ഒരു സ്ഥലങ്ങളൊന്നും ഇവിടെ കാണില്ല. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് അവരെപ്പോഴും വെക്കുക. ഞങ്ങൾ സുലൂക്കിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഈവനിങ് 5 മണിയായി. പിന്നെ ഒരു ഹോം സ്റ്റേ ഒക്കെ കണ്ടുപിടിച്ച് റൂമൊക്കെ സെറ്റാക്കിയപ്പോഴേക്കും ഇരുട്ടായി. ഈവനിങ് വളരെ പെട്ടെന്ന് ഇരുട്ടാവും ഇവിടെ. ഇന്നലെ വൈകുന്നേരം സുലൂക്കെത്തിയപ്പം ഏകദേശം ഒരു 5 മണിയായി. അത്രയും ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പം വന്ന് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്കൊക്കെ ചെയ്ത് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, അവിടെ റൂമൊക്കെ എടുത്തു. ആൻഡ് ഹോം സ്റ്റേൻ്റെ മുന്നത്തെ വ്യൂ ആണിത്.
നല്ല രസമുള്ളൊരു ഹോം സ്റ്റേ കേട്ടോ. നല്ല ഫുഡായിരുന്നു. അത് ഡിന്നറിന് ചപ്പാത്തിയും റൈസും കോഴിക്കറിയും ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി. ഇതാ ഇവിടെ കൂടുതൽ ചെക്കനുണ്ട്. അവിടെ പോയി ഇത് കണ്ട് ഹലോ സേ ഹലോ ഹായ്. അവൻ നമ്മളെ ഭാഷ അറിയില്ല, അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറയും. പക്ഷെ നമ്മളെ കൂടെ തന്നെ ഫുൾ ടൈം കളിയായിട്ട് കൂടിയിരിക്കുക. ഇത് രാവിലെയായി ഞാൻ കിടന്നല്ല. രാത്രി നല്ല തണുപ്പായിരുന്നു. നല്ല കോടയും നല്ല തണുപ്പുമായിരുന്നു. രാത്രി പെട്ടെന്ന് കിടന്നു, രാവിലെ എണീറ്റു. ഇപ്പം രാവിലെ ഏകദേശം ഒരു 6:30 വെളിച്ചൊക്കെ വന്നു തുടങ്ങി. ഇതൊക്കെ നിന്ന ഹോം സ്റ്റേ കാണാം സുലൂക്കിൽ. ഇവിടെ ടൂറിസം നടക്കുന്നുണ്ട്. എന്നാലും ഇവർ നല്ല വൃത്തിയായിട്ട് സ്ഥലം സൂക്ഷിക്കും. അതിനെക്കൊണ്ട് കച്ചറ സാധനങ്ങളൊന്നും ഇല്ല, പ്ലാസ്റ്റിക്കും അങ്ങനൊന്നും വന്നിട്ടില്ല. ഒരു ദിവസം സ്റ്റേന് 800 രൂപ വാങ്ങും കേട്ടോ അവർ. രാത്രിയത്തെ വന്നപ്പോൾ ഇത്തിരി മാഗിയൊക്കെ തന്നു, രാത്രി ഡിന്നർ തന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും തരും. പെർ പേഴ്സൺ 800 രൂപ. ഞങ്ങൾ 2 റൂമുണ്ട്. കുറേ ഹോം സ്റ്റേസ് ഉണ്ട് ഇവിടെ. ബുക്ക് ചെയ്തിട്ടും വേണേൽ വരാം. ആ ഭാഗത്ത് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. ബുക്ക് ചെയ്തിട്ടും വരാം. പക്ഷെ നമ്മുടെ ഈ ഹോം സ്റ്റേൻ്റെ മുന്നത്തെ വ്യൂ ഞെട്ടിച്ചെന്നെ. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കാം എന്തായാലും. ഇതിപ്പോൾ രാവിലെ ആണ്ട് ഫുള്ള് ക്ലിയറാണ്. കുറച്ച് കഴിഞ്ഞാൽ കോട വരാൻ തുടങ്ങും. പിന്നെ ഫുള്ള് ഇങ്ങനെ ഈ ഭാഗം മൊത്തം കോട വന്ന് ഇങ്ങനെ ഷേപ്പുകളൊക്കെ മാറി മാറി ഇങ്ങനെ ക്ലൗഡ്സ് വരും. ഭയങ്കര ഭംഗിയായിട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഈ ഭാഗത്ത് കോടകളൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ ഷേപ്സൊക്കെ വരും. ഭയങ്കര ഭംഗിയായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്നു. രാത്രി നല്ല തണുപ്പ് വരും. നിയർലി 5 ഡിഗ്രി ഒക്കെ പോവും രാത്രി. ഇത്തിരി മഴയും പെയ്തു, നല്ല കോടയൊക്കെ ആയിരുന്നു. കുറേ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇവിടുത്തെ ഒരു ചെക്കൻ, അയ്യോ കളീൻ്റെ ഏറ് കളിയാ. ഇവൻ്റെ ഒപ്പം കളിച്ച് കളിച്ച് തളർന്നു പോയി. ഭയങ്കര എനർജി ചെക്കന്, ഒരു രക്ഷയില്ല. പക്ഷെ അവരുടെ ഭാഷ വേറെ ആയിട്ട് പഹാടി ഭാഷയാണ് പറയുക. ഇതായിരുന്നു റൂം. ഇതാണ് ഹോം സ്റ്റേ മൊത്തമായിട്ട്. അവിടെ റൂം കൂടി ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ. അവിടെ കിച്ചണും കാര്യങ്ങളുണ്ട്. അവിടെ ഫുഡും കാര്യങ്ങളും തരും. അവർ ഫാമിലി അവിടെ താമസിക്കുന്നത്. ഹായ് ഷേ ഹായ്. അവൻ കളിയാണ് താല്പര്യം, വർത്താനം കഴിയില്ല, കളിക്കണം അവനിപ്പോൾ. ഓടിയും ചാടിയൊക്കെ ഫുൾ ടൈം. വണ്ടി അവിടെ മുകളിലാണ് പാർക്ക് ചെയ്തത്. ഈ സുലൂക്കിൻ്റെ അവസാനം ആക്ച്വലി മിലിറ്ററി ക്യാമ്പ്സാണ്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്.
ക്യാമ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഫുള്ള് ഫോഗായി, കുറച്ച് ലൈറ്റൊക്കെ പോയി. അത് രാത്രിത്തെ വീഡിയോ എടുക്കാത്തത്. സുലൂക്ക് ഇസ് എ മാജിക്കൽ പ്ലേസ്. ഇപ്പോഴും ഓവർ ടൂറിസം നടന്നിട്ടില്ല അവിടെ. അതിനെക്കൊണ്ട് നേച്ചർ അതേമാതിരി തന്നെ ഉണ്ട്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി. അത് കാണാൻ താല്പര്യമുള്ളവർ സുലൂക്കിൽ വരിക. ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി. ഈ ഗ്രാമം പണ്ട് സിൽക്ക് റോഡിൻ്റെ കാലത്തിൻ്റെ ഒരു ഗ്രാമമായിരുന്നു. സിൽക്ക് റോഡൊക്കെ ആക്റ്റീവായിരുന്ന കാലത്തിൻ്റെ ഒരു ഗ്രാമമായിരുന്നു. ഇപ്പം സിൽക്ക് റോഡൊന്നും ആക്റ്റീവ് അല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ടൂറിസം കൊണ്ട് നിന്നു പോകുന്നു. പണ്ട് കാലത്ത് സിൽക്ക് റോഡത്തെ ആൾക്കാർ, അതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനും നിൽക്കാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നു, ചെറിയ ഗ്രാമമായിരുന്നു അത്. ഇപ്പം അത് നിന്നുപോയി. പക്ഷേ ടൂറിസം സ്റ്റാർട്ടായി. കുറച്ച് ഹോം സ്റ്റേസ് ഉണ്ട് ഇവിടെ. ആൾക്കാർ ഓവർനൈറ്റ് നിന്നിട്ട് പോകും. ഇതാണ് സുലൂക്ക് പറഞ്ഞ കുട്ടി ഗ്രാമം. ഇത്രയേ ഉള്ളൂ ഇവിടെ. കുറച്ച് ഹോം സ്റ്റേസും കുറച്ച് വീട്ടുകാരും. മുകളിൽ നിന്നപ്പോൾ ലൈറ്റ് വരുന്നുണ്ട് വാലിയിലേക്ക്. ഇങ്ങനെ സൺലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് സൺലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മെല്ലെ 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 താഴത്തേക്ക് വരും. നമ്മുടെ കൂടെ നമ്മൾ ലോക്കൽ ഗൈഡുണ്ട്. നമുക്ക് അവിടേക്ക് നടന്നിട്ട് അവിടെ വ്യൂ പോയിന്റ് വരെ ഉണ്ട് തോന്നുന്നു. അവിടെ പോയി നോക്കാം, അവിടുത്തെ വ്യൂ നോക്കുന്നതാണ്. അവിടെ നടന്നെത്തിയപ്പം അവിടെ നിന്നുള്ള വ്യൂ ആണിത്. വളരെ പീസ്ഫുള്ളായ സുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണ് സുലൂക്ക്. ഇനി ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ തിരിച്ച് ഗാങ്ടോക്കിൽ തന്നെ പോകാനാണ് പ്ലാൻ. സുലൂക്കിലേക്ക് വന്ന വഴിയല്ല, തിരിച്ച് വേറെ വഴിയാണ് ഗാങ്ടോക്കിലേക്ക് പോകുന്നത്. ഈസ്റ്റ് സിക്കിമിനെ മൊത്തമായിട്ടൊരു സർക്കിൾ അടിച്ചിട്ട് ഗാങ്ടോക്കിലേക്ക് തിരിച്ചെത്തുകയാണ് നമ്മൾ. നിങ്ങൾക്കും ഒരു ഈസ്റ്റ് സിക്കിം റോഡ് ട്രിപ്പൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സും വേണ്ട ഇൻഫർമേഷനെ കുറിച്ചുമൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈസ്റ്റ് സിക്കിമിൻ്റെ ഈ റോഡ് ട്രിപ്പ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ഒട്ടനവധി ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഉറ്റ സുഹൃത്തുക്കളും വളരെ ഭംഗിയായ സ്ഥലങ്ങളൊക്കെ ചേർന്നൊരു യാത്രയായിരുന്നു ഈസ്റ്റ് സിക്കിം റോഡ് ട്രിപ്പ്. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.